ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഇര ഈ ചുരിദാറാണ്. ഇതിന്റെ കോലം ഫുൾ ഒന്ന് മാറ്റാനുണ്ട്. നമുക്ക് ചേഞ്ച് വരുത്താന്ന് വിചാരിച്ചു. ചേഞ്ച് വേണോടാ. എന്റെ ചുരിദാർ ചേഞ്ച് വരുത്തി നാൻസി എടുക്കാൻ പോവാണ് ഗൈസ്. അതുകൊണ്ട് ഷോൾഡറൊക്കെ കണ്ടില്ലേ, ഷോൾഡറൊക്കെ കുറയ്ക്കണം. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കിയത് ശരിയാക്കാന്ന് പറ. ഇതിപ്പോ അറിയടി ശരിയാക്കാന്ന്. ഇത് നമുക്ക് ശരിയാക്കാം. അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് എന്തോ ആരെയോ ഫോൺ വിളിച്ച് ഭയങ്കര വർത്താനാണ്. നാൻസി അത് സെറ്റായിട്ട് വാ പോരെന്നും പറഞ്ഞ് പോകുന്നു. അപ്പം ഒരു നല്ലൊരു ഉടുപ്പ് ഇട്ടേക്കാന്ന് കരുതിയിട്ട് ഒരു പൊട്ട ഉടുപ്പിട്ടാണ് വീട്ടിൽ ചെന്നേച്ചത്. ഈ ഉടുപ്പ് അലമാരന്ന് തപ്പിയെടുത്തതായിട്ട് നമ്മൾ പണ്ട് ട്രെൻസിൽ നിന്ന് വാങ്ങിച്ചതാണ്. അന്ന് കുറച്ച് നാളൊക്കെ ഇട്ടിട്ട് അവളെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പം ഇത് നമുക്ക് എന്തെങ്കിലും മാറ്റി കൊടുത്താലോ. അതിപ്പോൾ കാണുന്നത് മുഴുവൻ അതിൻ്റെ കോലം മാറ്റി വേറെ രീതിയിലോട്ട് ആക്കണതാണ് മെയിൻ പരിപാടി. എന്നാൽ ഈ ഉടുപ്പിട്ട് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ ഒന്നും കരുതി ആ ഉടുപ്പിട്ടിട്ട് അഴിക്കുക കേട്ടോ. ഈ ബ്ലേഡ് കൊണ്ട് അഴിക്കാനായിട്ട് കുറേ പേര് പറഞ്ഞത് ഇങ്ങനെയല്ല വേറൊരു സൂത്രം ഉണ്ടെന്ന്. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും വാങ്ങി ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. അതൊക്കെ ഇനി വാങ്ങണം. മിററുള്ളത് നിനക്ക് വേണമായിരിക്കും. എടി ബ്ലഡി ഫുളേ എനിക്ക് സർട്ടിലല്ല. ഇവിടെ എന്നെ പറ്റിക്കാൻ പോവാണ് ഗായ്സ്. 2 സ്ലീവ് ഇതിനകത്തുണ്ട്. അവര് ഈ സെയിം സാധനം കൊണ്ട് തന്നെയാണ് ലൈനിങ് ഇട്ടേച്ചത്. അവള് മിററുള്ള സ്ലീവ് എടുക്കുന്നു. കുഞ്ഞിലെ കപ്പലണ്ടി മേടിച്ചിട്ട് ഇവളെന്റെ അടുത്ത് പറയും ഡോക്ടറും രോഗിയും കളിക്കാന്ന്. ഇവള് രോഗി, ഞാൻ ഡോക്ടർ മരുന്ന് തന്നോണ്ടേ ഇരിക്കണം. ഇവക്ക് എന്റെ എത്ര കപ്പലണ്ടി അവള് മരുന്നായിട്ട് കണ്ടുപോയേക്കണം. അവരോ അത്ര ഇല്ലല്ലോ ഇത്. ഒരു പിഞ്ചു കുഞ്ഞിനെ നീ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ പാവം വലിയ ഡോക്ടറൊക്കെ ആയിട്ട് ഡോക്ടർ മരുന്ന് കൊടുപ്പ് തന്നെ മരുന്ന് കൊടുപ്പ്. മരുന്ന് ഐഡിയ ഒക്കെ എവിടുന്ന് കിട്ടി? ഈ കൊച്ചു തല്ലുന്നു. ഭയങ്കര ബുദ്ധിക്കാരിയാണ്. നിനക്ക് അറിയത്തിലുള്ള ബുദ്ധി പിന്നെന്നാ ആ കുരുട്ട് ബുദ്ധി ഒന്നും ഇപ്പൊ പ്രവർത്തിപ്പിക്കണില്ല. പാവം കുരുട്ട് ബുദ്ധിയൊക്കെ പോയടി. ഇപ്പൊ ഞാൻ നേരെ പോയാ ഒരാവശ്യമുള്ള പ്രവർത്തിക്കും. അന്ന് വീട്ടിൽ അമ്മയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ആ ഉടുപ്പിട്ട് പണത്. അതിൻ്റെ ഒരു കോലം മാറ്റാന്ന് വിചാരിച്ചത്. അടുക്കളപ്പണിയൊക്കെ അമ്മ ചെയ്തോളൂല്ലോ. ടെണ്ടുണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ തയ്ക്കാനിരിക്കുന്ന തുണികളൊക്കെ ഓട്ടോ കവറിലിരിക്കുന്നത്. നമ്മുടെ വല്യമ്മയുടെ പഴയ ഒരു പെട്ടിയാണ്. ഈ ശ്രീധനായിട്ട് കൊടുക്കണം അത്രയും പെട്ടിയാണല്ലോ പണ്ടൊക്കെ. ആ പെട്ടിക്കകത്ത് വല്യമ്മ ചട്ടയും മുണ്ടൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. വല്യമ്മ മരിച്ചു പോയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഞങ്ങളുടെ എംബ്രോയിഡറി ഐറ്റംസ് ഒക്കെ സാധനങ്ങളൊക്കെ അതിനകത്തായിട്ട് ഇപ്പോൾ ആയിട്ട് വെച്ചേക്കുന്ന കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു കുപ്പിയൊക്കെ. ഇനി മേളിലോട്ട് നന്നായിട്ട് ആക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്കെല്ലാം മാറ്റാനായിട്ട്. ഈ ഒരു ലേസ് തപ്പിയാണ് ഇതെല്ലാം ഇപ്പോൾ വലിച്ചു വരെ പുറത്തിട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ എന്റെ പരിപാടി തുടങ്ങാൻ പോവാണ്. ഇത് നാൻസി ജോലി സ്ഥലത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന ലേസാണ്. ഈ ലേസ് എല്ലാത്തിനും മാച്ചാണ്. ഒരു ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ട് നന്നായിട്ട് സ്യൂട്ടാകും. എനിക്കൊരു ചുരിദാർ ഞങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ മാതൃകയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അന്ന് നാൻസിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്റെ അളവിലായത് കൊണ്ട് തന്നെ അവൾ ഷേപ്പ് ചെയ്തിടാൻ നേരത്തെ ആ സ്ലിറ്റിന്റെ ഭംഗിയൊന്നും അറിയില്ലാത്തതുകൊണ്ട് അവക്കത് വേണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ മടി കാരണം തള്ളി വിട്ടേക്കുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു ചുരിദാർ കിട്ടിയപ്പോൾ ഇതിനും അത് ചേരുവെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. അപ്പൊ അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെയും അപ്പൊ ഷോള് നാൻസി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ടോപ്പ് അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സംതൃപ്തിപ്പെടുത്തി ഇരുത്തിയേക്കുവാണ്. അപ്പൊ അത് ചെയ്യാനായിട്ട് കുറച്ച് എംബ്രോയിഡറി നൂല് വേണം കേട്ടോ. അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാൻസി ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് നൂല് വേണമായിരുന്നു. അന്ന് അവിടെ 2000 രൂപയ്ക്ക് പോയി വാങ്ങിച്ചുകൊണ്ടുവന്ന നൂലാണിത്. അതുകൊണ്ട് അത്ര നൂല് വാങ്ങിയത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്ര നൂല് വാങ്ങിച്ചു വെക്കില്ലല്ലോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പോയി വേണ്ട 3-4 കളർ മേടിക്കുക, അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഈ വൈകത്ത് കിട്ടില്ല കേട്ടോ ആങ്കർ ത്രെഡ്. ഞാൻ ഈ പിറവത്ത് പോയിട്ടാണ് പണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സൈഡിൽ കൂട്ടിയിട്ടേക്കുന്ന കണ്ടോ. അതൊക്കെ പണ്ട് ഇതുപോലെ ഞാൻ വാങ്ങിച്ചു വെച്ച ഇതായിരുന്നു. എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂട്ടുകാരുടെ വീടിന്റെ അവിടെ പിറവത്ത് പോകുന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കും. ഇവിടുത്തെ നൂലൊരു 4 രൂപയുടെ ഒരു നൂലാണ്. അതൊരു വലിയൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു പൊട്ട നൂലാണ്. ആങ്കർ ത്രെഡാണ് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് നല്ലത്. കണ്ടോ, ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചാൽ സെറ്റ് ചെയ്യണം. അതിനകത്ത് നിന്നൊക്കെ കളർ സെലക്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ ഒരു നെറ്റിന്റെ ഒരു പീസ് അതിന് വേണം. ഇത് എന്റെ കല്യാണത്തിന് എന്റെ തലയിൽ വെച്ചിരുന്ന സാധനമാണ് കേട്ടോ, തുണി നെറ്റ്. അത് എടുത്തിട്ട് അതിനകത്ത് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ നെറ്റ് മുറിച്ചെടുത്ത് യോക്കിലൊരു നെറ്റ് പോലെ കൊടുത്തിട്ട് വേണം അതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ അതിനുള്ള പീസൊക്കെ മുറിച്ചെടുത്തിട്ട് യോക്ക് പോർഷനിൽ നോക്കുവാണ് ഇത് എങ്ങനെയാണ് വരുന്നത്.
ചെറിയൊരു പീസ് പിടിപ്പിക്കുന്ന കേസാണെങ്കിൽ നമ്മൾ നല്ലപോലെ ഒരു കറക്റ്റ് അളവിൽ മെഷർമെന്റിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിന്റെ ഭംഗിയെ പോകും. വരുന്നില്ല ഇറങ്ങ്, വരിൻ വരിൻ, അതവിടെ ഉടക്കി കിടക്കുമായിരിക്കൂടിയ വയറുമേല്. ആ എംബ്രോയിഡറി ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. പൂക്കളും തണ്ടും ഇലയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇലയ്ക്കും തണ്ടിനും ഉള്ളത് ബാക്ക് സ്റ്റിച്ചിൽ കൊടുക്കുവാണ് പച്ച നൂലിട്ട്. പിന്നെ പൂക്കൾ വേണം, പൂക്കൾ ഒരു 5-6 പൂക്കള്. ഈ പൂക്കൾ പിടിപ്പിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒരെണ്ണം ഇടാന്ന് കരുതിയിട്ടാണ് ഈ തച്ചനെ കുത്തിയിരുന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ കരുതി വേണ്ടതുണ്ടല്ലോ, പിന്നെ ഇത് റിപ്പീറ്റ് അടിക്കണ്ടല്ലോ എന്ന് കരുതി അത് ഇടുന്നില്ല. ഈ പൂക്കളൊക്കെ ഭയങ്കര രസമാട്ടോ ചെയ്തെടുക്കാനായിട്ട്, നല്ല ഭംഗിയാണ്. എടി അത് ഈ 2 ലൈറ്റ് കളർ ചേരുന്നില്ലടി, ആ ഡാർക്കിന്റെ കൂടെ വേണം വെള്ള ചേർക്കാനായിട്ട്. ഇപ്പൊ 2 ലൈറ്റ് കളറായി പോയില്ലേടി. ഈ നമ്മളുണ്ടല്ലോ ചില വാക്കുകളെ കാണുന്ന രീതിയാണ് ആ വാക്കുകൾ തെറിയായി മാറുന്നത്. അവിടെ പാരീസിലുണ്ടല്ലോ മാങ്ങത്തൊലി എന്നുള്ള വാക്ക് പറയണത് തെറി പോലെയായിരുന്നു എല്ലാവർക്കും. ബംഗാളികളൊക്കെ വിചാരിച്ചു വെച്ചേക്കണത് തെറിയാന്നായിരിക്കും. സീരിയസ്ലി അവിടെ മാങ്ങാത്തൊലി ഉപയോഗിക്കുന്നത് തെറിക്കോ വരാ തെറ്റിപ്പോന്നല്ലോ. ആടി ഇതിനെ പൊക്കിയെടുത്തത് കണ്ടല്ലേ. ഇച്ചിരി നീളെടുക്കാൻ ഇച്ചിരി നീളെടുത്തിരുന്ന ആകാശം വരെ മുട്ടിക്കായിരുന്നു കോപ്പ്. എന്റെ പൊന്നെ, ഞാൻ മന്ദബുദ്ധിനെ പോലെ ഇരിക്കണ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൈസിയുടെ പല വീഡിയോകളും വരും. ഞാനും VN എടുക്കും, ഞാനും എഡിറ്റിങ് പഠിക്കും. അറിയാലോ, ഞാൻ പഠിക്കണോന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുകയും ചെയ്യും. കുത്തി ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും നാട്ടുകാരെ. ഇരിക്കുന്ന രീതി ഇടങ്ങേറാണ്. എന്റെ ദൈവമേ, എന്റെ നടുവിൽ നിന്ന് ഒടിഞ്ഞു പോകും. വലിച്ചിട്ടും മഞ്ഞില്ല, പാതാള കരണ്ടിട്ട പോലെ. ഈ വീഡിയോ എടുത്തോണ്ട് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാവട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാൻ നേരത്ത് ഒരു കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിന് തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇതിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഇതൊക്കെ അനക്കിക്കൊണ്ടിരുന്നാൽ ഷെയ്ക്ക് ആയി പോയി വൃത്തികേടാകുമല്ലോ വീഡിയോ. അതുകൊണ്ടാണ് ഭയങ്കര. എവിടെ പോവാ? കഴിഞ്ഞ ദിവസം ഷാമ്പു എന്ന് പറഞ്ഞു ലോഷനായിരുന്നു, അത് മാറിയിട്ട് വരാം. മെസ്സിനെ കാണാൻ എന്ത് സുന്ദരിയാ. ടാറ്റാ, ഐസ്ക്രീം മേടിച്ചു തരുമോ പ്ലീസ്? ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഫോൺ തിരിച്ചു കൊടുക്കണോന്നാണ് ഉത്തരവ് ചാനൽ മുതലാളിയുടെ. ഞാൻ ഇവിടുത്തെ ബംഗാളി പണിക്കാരിയാ, മുതലാളി പറയണ പോലെ അഭിനയിക്കണം. എന്നാ ഫ്ലേവർ ആണോ അവിടെ? കുക്കി ആൻഡ് ഐസ്ക്രീം. ഐസ്ക്രീം തരൂല്ല. താങ്ക് യു. തന്നെ മുന്നേ പറഞ്ഞല്ലോ. യമ്മി. എന്തൊരു സന്തോഷം. ഫില്ലിങ് ഉണ്ട്. ഇത് നമ്മള് ബാക്ക് സ്റ്റിച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തേക്കണം. അത് കാണാൻ നല്ല രസമുണ്ട്, ഒരു ഫിനിഷിങ് ലുക്ക് ഉണ്ട്. ഇത് നമ്മള് ഉഡായിപ്പ് ഫില്ലിങ് ആണ്. അപ്പം ഇതിങ്ങനെ ഒരു കിളുകളാന്നിരിക്കുന്നു. അല്ല, ഇതിനൊരു രസമുണ്ടല്ലേ, മറ്റേതുമായിട്ട് താരതമ്യം ചെയ്യരുത്. ഇത് ഈ സ്റ്റൈൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ലൈഫും ഇങ്ങനെ തന്നെ ചെയ്യണം. അതാണ് എന്നെ പോലെ പേകൂത്ത് കാണിക്കുന്നത്. ഇനി കുറച്ച് മുത്തുകളും കൂടി പിടിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇതിനിടയ്ക്ക് ഞാനൊന്ന് കടയിൽ പോയതാണത്. കടയിൽ പോയപ്പോഴാണ് നാൻസി പറഞ്ഞത് അവർക്ക് ഐസ്ക്രീമും കൂടി വേണമെന്ന്. കുളിക്കാന്ന് വിചാരിച്ച് ഷാമ്പൂ നോക്കിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നത് ലോഷനായിരുന്നു. അങ്ങനെ അത് അയാൾക്കത് രാത്രി പോയി മാറിയതാണ്. അങ്ങനെ പിന്നെ പിറ്റേ ദിവസമായിട്ടുണ്ട്. സ്ലീവ് ഒക്കെ ഉണ്ടല്ലോ അയച്ചെടുത്തതല്ലേ, അതൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. എംബ്രോയിഡറി നമ്മൾ രാത്രി തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു തൊല്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് വേഗം ചെയ്യാം. സ്ലീവ് മാത്രമേ അയച്ചെടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ അതിനകത്തുള്ളതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ചെസ്റ്റിന്റെ പോർഷനിൽ പിന്നെ നാൻസി ഷോൾഡർ കുറച്ച് കയറ്റുന്നുണ്ട്. അവിടെ കുറച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലേസ് എടുത്തു. ലേസൊക്കെ എടുത്തിട്ട് അത് പേൾപ്പിനൊക്കെ കുത്തി സെറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നടുക്കോട്ട് വെച്ച് കൊടുക്കണമല്ലോ സെന്ററിൽ.
അങ്ങനെ അതിന്റെ അളവുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കുത്തിയൊക്കെ വെച്ച് തയ്ച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകണതിന്റെ അത്യാവശ്യം വിളിച്ച് പറഞ്ഞേ. നമുക്ക് പ്ലംബിങ്ങിന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ പൈപ്പൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകണം. അതിനവർ വേഗം കടലോട്ട് ചെല്ലാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് പിടിപ്പിച്ചുകൊണ്ടിരിക്കണ വഴിക്കാണ് അതിന്റെ പുറകെ പോയത്. അങ്ങനെ ഈ ലേസ് നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഇത് ക്രോഷ്യ ലേസ് 1 മീറ്ററിന് 7 രൂപയ്ക്ക് നാൻസി ജോലി ചെയ്തെടുത്തത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണേ. ഒരു ഷോളിന് ചുറ്റിന് വെക്കാനായിട്ട് അവൾ അത്രയും മീറ്റർ അന്ന് വാങ്ങിച്ചത്. പക്ഷെ ഷോളിന് ഞങ്ങൾ ചുറ്റും വെച്ചില്ല. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഉടുപ്പുമേലും ഇതിന്റെ അംശമില്ലാത്ത ഉടുപ്പുകളില്ല, എല്ലാത്തിലും കയറ്റി പിടിപ്പിക്കും. ഇത് ഓഫ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും കൂടെ നല്ല മാച്ചാണ്. ഞങ്ങൾ ഒരു വെള്ള പോയി വാങ്ങിച്ചുകൊണ്ട് വന്നല്ല, അതൊന്നിനും വെച്ചിട്ട് മാച്ചാവുന്നില്ല. വെക്കും അഴിച്ചു കളയും ഇത് തന്നെ. ഇനി തീരുമാനിച്ചിട്ടുണ്ട് വെള്ള വാങ്ങില്ല, എല്ലാം ഞങ്ങൾ ഓഫ് വൈറ്റേ വാങ്ങുള്ളൂ. അങ്ങനെ നമ്മുടെ സ്ലീവിന്റെ അറ്റം അടിച്ചു. അതിന്റെ സ്ലീവ് സാധാ ഒരു സ്ലീവ് ആയിരുന്നു. അന്ന് ഞാൻ പഫ് സ്ലീവ് ഒക്കെ വേണമെന്ന് പറഞ്ഞാണ് ചേച്ചിക്ക് തയ്ക്കാൻ കൊടുത്തത്. പഫൊന്നും വിട്ടില്ലായിരുന്നു കേട്ടോ, അവർ മറന്നുപോയ കാര്യം. പിന്നെ നാൻസി ഇതിപ്പോ അവള് കുഞ്ഞാക്കിയപ്പോ അവളുടെ സൈസിലോട്ട് ആക്കിയപ്പോ അവൾക്ക് പഫൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിലും പഫ് വെച്ച് കൊടുക്കും. പഫ് വെക്കുമ്പോ എന്തോ ഒരു ക്യൂട്ട്നെസ് തോന്നുന്നു. അതുകൊണ്ട് എല്ലാത്തിലും ഇപ്പം പഫ് തന്നെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ അവൾ ഇട്ട് നോക്കിയിട്ട് ഷോൾഡറൊക്കെ കറക്റ്റ് ആയിക്കോട്ടെ. ഷോൾഡറൊക്കെ കറക്റ്റ് ആക്കി അതൊക്കെ വരച്ച് അതൊക്കെ മുറിച്ച് കളയണം, എന്നാലേ കറക്റ്റ് ഫിറ്റിംഗിൽ ഇരിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ കടയ്ക്ക് വന്നേക്കുവാണ് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്. അവിടെ പൊക്കത്തെ പണി കുറച്ച് ലാസ്റ്റ് സ്റ്റേജിലാണ്. ചേച്ചി ഈ ക്ലോസറ്റിന്റെ ഉണ്ടല്ലോ, ഈ പിടി മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഈ സാധനത്തിന്റെ ആ കണ്ണ് മാത്രമായിട്ട് 6 ഇഞ്ച് 6 പിന്നെ ഇതിന്റെ വലുതുണ്ട് 8 ഇഞ്ച്. ഇത് ചെറുത് മതി. ചെറുത് മതി. ഇതിന്റെ കൂടിയ സാധനമുണ്ട് എംബ്രാൻഡിന്റെ, അതൊന്നും വേണമെന്നില്ല. പിന്നെ ടാപ്പ് ഏതാ വേണ്ടത്? ടാപ്പ് കുറഞ്ഞത് മതിയോ? എന്തിനു നിൽക്കും നാൻസി? അങ്ങനെ ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുവാണ്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അയ്യോ, നല്ല വെയിലായത് കൊണ്ട് തന്നെ വെയിലടിച്ച് വാടി കരിഞ്ഞു പോയി. അന്നത്തെ ദിവസം പിന്നെ ഒന്നും ചെയ്തില്ല. വരുന്ന വഴിക്ക് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അരിപ്പൊടിയും ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടി വാങ്ങിച്ചോട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് പച്ചക്കറി കടയിലും ജസ്റ്റ് ഒന്ന് കയറി. നല്ലതാണോ? എല്ലാം വേണം. ഇച്ചിരി തേങ്ങയുടെ ആവശ്യം ഉണ്ടായിരുന്നു. തേങ്ങ നോക്കാൻ പോയിട്ട് എല്ലാ തേങ്ങയും പേട്ട തേങ്ങ. അങ്ങനെ ഞങ്ങൾ തേങ്ങ വാങ്ങാണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ജെസ്സിയമ്മ ജോലിയും കഴിഞ്ഞ് വന്നിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഉണക്കച്ചെമ്മീൻ, ഞങ്ങൾക്ക് മീനൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഉണക്കച്ചെമ്മീൻ ഞങ്ങൾ വേഗം ഒന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ച് കിള്ളിയിട്ടാണ് കടയിൽ പോയത്. കാരണം പുറത്തിറങ്ങിയാൽ പെട്ടെന്ന് കയറി വരാൻ പറ്റിയാലെന്നറിയാം. ചോറ് കൊടുത്തുകൊണ്ടവർക്ക് ചോറ് വേണമല്ലോ. ജേസനാണ് 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. ജേസിന് ചോറ് തക്കാളി വാട്ടിയതും ഉണക്കച്ചെമ്മീൻ വറുത്തതൊക്കെ ഇഷ്ടമാണ്. അപ്പം അതും കൂട്ടി ഞങ്ങളുടെ ആ ഉച്ചക്കത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. പിന്നെ നാണിച്ച് വന്ന വഴിയെ തന്നെ ആ ഇരിപ്പിന് തന്നെ ഇരുന്ന് സ്ലിറ്റ് അടിച്ച് തീർക്കാനുണ്ടായിരുന്നു. പകുതിക്ക് വിട്ടിട്ട് നമ്മൾ ഓടുമായിരുന്നു സാധനം സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ആ സ്ലിറ്റും കൂടി അങ്ങോട്ട് അതങ്ങോട്ട് ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചു. സ്ലിറ്റ് ഫുൾ അഴിച്ചില്ല കേട്ടോ. അവളുടെ ആ അരഭാഗത്ത് വരുന്നതിന്റെ പോർഷൻ മാത്രമേ അഴിച്ചുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ അഴി തന്നെ. അതൊന്നും അങ്ങോട്ട് അനാവശ്യ സാധനങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അന്നത്തെ പരിപാടി തീർന്നു. ടോപ്പൊക്കെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഇട്ട് നോക്കാനൊന്നും, രാത്രിയല്ല വൈകുന്നേരം ആയിരുന്നു. വൈകുന്നേരം പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇടാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസമായി ഞങ്ങൾ രണ്ടുപേരും എണീറ്റപ്പോൾ താമസിച്ചു പോയി. 8 മണിയായി. കിയാൻ 9 മണിക്ക് പറഞ്ഞു വരേണ്ടതാണ്. പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അടുക്കളയിൽ കിടന്നോണ്ട്. എന്തിയെ കടച്ചക്കത്തോരൻ? എന്തിയെ പിന്നെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്കത്തോരൻ റെഡി ആയിട്ടില്ല ഗെയ്സ്. എല്ലാം മനസ്സിലായിട്ടുണ്ട്. ശരിയാക്കി തരാം കടച്ചക്കത്തോരൻ. ഓക്കേ, എടുത്ത് തേങ്ങയില്ലടി, ചമ്മന്തി അരയ്ക്കാനുള്ളതല്ലേ ഉള്ളു. പിന്നെ ചെയ്യും മെഴുക്കുരട്ടിയാക്കാം. വേഗം സമയമില്ല. സിംഗപ്പടിയുടെ രാജാവ്, ഇത് മിന്നൽക്കോട്ടയുടെ രാജാവ്. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ.
ദോശയ്ക്ക് തലേന്ന് തന്നെ അരച്ച് വെച്ചതുകൊണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഭാരം ഒഴിഞ്ഞോട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചൊക്കെ അത് വരാൻ നേരത്തൊരു നേരമായി അല്ലേ. പിന്നെ വേഗം ദോശ ഒറ്റ കല്ലിൽ 3 എണ്ണം വേഗം ചുട്ടെടുത്ത് ഞാൻ വേഗം ഒരു ഉടങ്കല് സാമ്പാർ ചെയ്യാനെ പറഞ്ഞു വിട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയത്. സാമ്പാർ ഇല്ലെങ്കിലേ ദോശ തിന്നാൻ ഒരു സുഖമില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പത്രം നോക്കിയപ്പോഴാണ് മിസ് എ എന്നൊരു സംഗതി കണ്ടത്. അതെന്താണെന്ന് അറിയാനായിട്ട് ഞാൻ നോക്കിയതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും സൗന്ദര്യ മത്സരവും അങ്ങനത്തെ ഈ പുള്ളിക്കാരിയാട്ടോ അത് വിജയിച്ചേക്കുന്നത്. അതെല്ലാം നോക്കിയപ്പോഴത്തേക്ക് ദൈവമേ, മനുഷ്യരെ പോലെ തന്നെ ഇതെങ്ങനെ അവരുണ്ടാക്കി വെച്ചേക്കുന്നത് അതിശയത്തോടെ ഞങ്ങൾ ഇരിക്കുവാണ്. പക്ഷെ ആ കൈയിന്റെ കാട്ടായം കണ്ടില്ലേ, തന്നെ പിന്നെ അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് മാത്രമാണ്, പിന്നെ ചുണ്ടിന്റെ ലിപ്പിന്റെ അനക്കവും കൂടി മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ പോലെ തന്നെ. ദൈവമേ, ലോകം മാറിക്കൊണ്ടേ. അത്യാവശ്യത്തിനുള്ള വെള്ളം എടുത്ത് വെക്കണോ? ആണോ? അപ്പൊ വൈകുന്നേരം വരെ ഇനി പറ്റത്തില്ല. മുകളിൽ പ്ലംബിങ്ങിന് പണി നടക്കണം. അവർ അഴിച്ചുവിടാൻ പോവാണ്. വേഗം ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ പിടിച്ചു വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാ അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ നിറച്ചു വെക്കുവാണ്. പാന്റിന്റെ ടോപ്പാണിത്. തലമാരി തപ്പിയപ്പോ നല്ല ഭംഗിയായിരിപ്പുണ്ട്. ഇത് മീഷോയിന്ന് വാങ്ങിച്ച ടോപ്പാണിത്. ഇത് കൈയൊക്കെ ഫുള്ളായിരുന്നു. എന്തോ ഒക്കെ ഞങ്ങൾക്ക് പിടിക്കാണ്ട് വന്ന് ഏതാണ്ടൊക്കെ ആക്കി. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഇട്ടിട്ടേ ഇല്ല. ഒരൊറ്റ ദിവസം കണ്ട് ഇട്ടിട്ടുള്ളൂ അല്ലേടി. എനിക്കത് ടൈറ്റ് ആയി പോയി. അല്ല, ഏങ്കോണിപ്പായി പോയി തോന്നുന്നു ഫ്രണ്ട് ഭാഗം. അത് തന്നെ, ഒരു സൈഡിലോട്ടായി പോയത്. അങ്ങനെ ഇടാൻ പറ്റില്ല. താഴത്ത് നല്ല ക്രോഷ്യ ലൈസൊക്കെ വന്നൊരു മീഷോയിൽ നിന്ന് മേടിച്ച ഏറ്റവും വില കൂടിയതായിരുന്നു. ഇത് 800 സംതിങ് രൂപയെങ്ങാണ്ടായിരുന്നു അന്ന് ഞാൻ വാങ്ങിച്ചപ്പോ. ഇതിന്റെ ലേസ് നല്ലതാണല്ലോ, ക്രോഷ്യ ലേസ്. ഈ പാന്റാണ് ഞാനിപ്പോൾ വീട്ടിൽ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ഷോളുണ്ട്. ഷോൾ ഇത് ഇവിടെ ഈ വാതിലിന്റെ സൈഡിൽ ഇട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വാതിലിന് ഹോളുണ്ട് ഈ താഴത്തെ. അതിലും വഴി കൊതുക് കയറും. കൊതുക് കയറാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ഈ ഗ്യാപ്പിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കും. അപ്പൊ കൊതുക് കയറിയല്ല. ഇല്ലായതെന്ന സമയത്ത് ഞാൻ പുറത്ത് തയ്പ്പിക്കാൻ കൊടുത്തിട്ട് ഞാൻ ചെയ്തു വെച്ച പരിപാടിയാണ്. ധൃതിക്കും വെപ്രാളത്തിനും കുറെ മുത്തൊട്ടിച്ച് വെച്ച് അതിന്റെ ഈ ഉടുപ്പ് അടിച്ചു മാറ്റാൻ പോവുകയാണ് ഗൈസ്. ഞാൻ എന്തോ പേക്കൂത്ത് കാണിച്ചു വെച്ചത്. അതൊരു രസമില്ല കേട്ടാ. പക്ഷെ അതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ ഇതിനകത്ത് ഇടക്കിടക്ക് ഫുള്ള് സ്റ്റോൺ കൊടുക്കാം. അപ്പൊ ഒരു തിളക്കം വരുമായിരിക്കും. ഇവിടെയൊക്കെ മറ്റേ സ്റ്റോൺ കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിടും. ഈ ഡ്രസ്സ് ഇടാൻ എനിക്ക് നിവൃത്തിയില്ല കേട്ടോ. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഇഷ്ടമായിരുന്നു ഇത് ഇടാനായിട്ട്. പക്ഷെ ഞാനിത് ഇടാൻ നേരത്തെ നെഞ്ചിൽ ആ യോക്ക് പോർഷനിലെ കണ്ടോ, ഒരെണ്ണം വടക്കോട്ടും ഒരെണ്ണം തെക്കോട്ടും ഇരിക്കും. ഇത് എന്താണ് സംഗതി എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് ഇത് എന്തെങ്കിലും കാണിച്ചിടാനായിട്ട് അവക്ക് കൊടുത്തിട്ടാണെങ്കിൽ അവക്ക് അതങ്ങോട്ട് പിടിക്കണമില്ല. ഇത് എനിക്ക് അങ്ങോട്ട് ഇണങ്ങണില്ല എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ നമ്മൾ ഇന്നലെ തയ്ച്ചതിന്റെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് ഇന്നാണ് ഇട്ട് കാണിക്കാൻ പോകുന്നത്. ഇത് നാൻസിക്ക് ഉണ്ടായിരുന്ന ഒരു പച്ച കളറിലൊരു പാന്റ് ഇട്ടാണ് കാണിച്ചത്. ഇതിന്റെ സെയിം പാന്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് എന്റെ സൈസിലാണ്. അവൾ ഇട്ട് നോക്കിയിട്ട് അരവണ്ണമൊക്കെ ഭയങ്കര ലൂസ്. അത് അടിച്ചു വെച്ചപ്പോഴത്തേക്കും അര ഭയങ്കര വീർത്തു ഇരിക്കണം. എന്നാൽ ഞാൻ എന്റെ പാന്റ് തന്നെ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞ് ഇതെടുത്തിട്ടാണ്. ഇത് മാച്ചാട്ടോ. പച്ച ഒരു വർക്കില് പച്ച വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല അതങ്ങനെ ചെയ്തിട്ട് കാണാനായിട്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ ഡൈ ചെയ്യാൻ വേണ്ടി ഒന്ന് പോകുവാണ് ഗൈസ്. അതിന് വേണ്ടി നമ്മൾ എടുത്തതാണിത്. ഇതാണ് ഇവിടെ അവിടെ കഴുക്ക് പിടിച്ചിരിക്കുന്നതുണ്ടോ. ഇത് ഡൈ ചെയ്ത് മാറ്റിയാൽ ഒരു നല്ലൊരു ഭംഗിയുള്ളതാകുമെന്നാണ് എന്റെ ഒരു നിഗമനം. ഈ ലേസ് കണ്ടില്ലേ, ഈ ലേസ് നമ്മുടെ നാൻസി ആ സെയിം സാധനമാണ്. അത് 2 ലെയർ പിടിപ്പിച്ച് കൊടുത്തപ്പോഴത്തേക്ക് ലൈൻ പോലെ ഇല്ലാണ്ടോ. നീ ഉദ്ദേശിക്കണ ലൈൻ പോലെ ഇല്ലാണ്ട് ഫുൾ അങ്ങോട്ട് ചുമപ്പ് മുക്കാനാ? അല്ല, അത് നമ്മൾ ഇതുവരെ മുക്കിയിട്ടില്ല. നല്ലതായിരുന്നു കീയാടത് മുക്കിയിട്ട് കാണാൻ. നല്ലതല്ലായിരുന്നു. ലൈനായിട്ട് മുക്കിയാലോ? അത് ചുമ്മാ മൊത്തത്തിൽ മുക്കണം. കൺഫ്യൂഷൻ ആണല്ലോ ആകപ്പാടെ. ഇങ്ങനെ കേറിയും കുറഞ്ഞൊക്കെ വന്നല്ലേ? കേറിയും കുറഞ്ഞൊക്കെ വന്നാൽ അതൊരു ഫാഷൻ ഇതായിട്ടല്ലേ ഒരിക്കുള്ളൂ. അല്ല, അവിടെ നമ്മൾ മുക്കുന്നുണ്ട്. സപ്പോർട്ട് വരുന്ന പോലെ നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ഇവിടെ ഇങ്ങോട്ടേക്ക് കളർ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ? അല്ല, നമ്മൾ അവിടെ അല്ല കൊടുക്കണം, നമ്മൾ താഴത്താ കൊടുക്കണത്. അതെ, ഇവിടെ താഴത്താ കൊടുക്കുന്നത്. ഒരു ലൈൻ മാത്രം മതിയാ? ഒരു ലൈൻ, ഒരു 2 ലൈൻ 3 ലൈൻ കൊടുത്താ. 3 ലൈൻ പാടാല്ലേ? ഇവിടെ 2 കൊടുത്താലോ? അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എടുക്കണം. അതായത് ആദ്യമേ അഴിക്കാനുള്ള എനിക്ക് ടൈറ്റാ. പിന്നെയാണ് ഞങ്ങൾ
ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ പുറത്ത് വരുന്നത് കോട്ടൺ ആണെങ്കിലും അകത്ത് ക്രേപ്പാണ്. ക്രേപ്പിൽ തുണി മുക്കിയിട്ടുണ്ടെങ്കിൽ നിറം പിടിക്കുമോ ഇല്ലയോ എന്ന് ആകെപ്പാടെ സംശയം. ആൻസ് പറയുന്നു പിടിക്കില്ല എന്നാണ്. അയ്യോ അപ്പൊ എന്ത് ചെയ്യും? പിന്നെ താഴത്തായത് കൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നണം. താഴത്ത് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്താണേലും മുക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഊഹിക്കാൻ പറ്റും, പക്ഷെ നിനക്കത് ഊഹിക്കാൻ പറ്റില്ല. അല്ല, എനിക്കത് മനസ്സിലായി നീ പറഞ്ഞപ്പോ. ഇങ്ങനെ പിടിക്കുകയും ഇച്ചിരി അവിടെ ഇവിടെ ഒക്കെ ഒരുമാതിരി ഒരു പേര് ചുമല പിടിക്കും, പക്ഷെ ചുമല ആയിരിക്കത്തില്ല, കളർ റോസ് ഒക്കെ ആയിരിക്കും. അല്ല, നമുക്കിപ്പോ എന്താണല്ലോ ഇതിന്റെ ബാക്കിലാണല്ലോ, അത് കുഴപ്പമില്ല. ബ്ലേഡ് എടുത്തോണ്ട് പോയി, ഇച്ചിരി കുടിവെള്ളവും വേണമല്ലോ, ദാഹിച്ചിട്ട് വേണം. ഇന്നിത് മുക്കിയിട്ട് തന്നെ കാര്യം കരുതിയിരുന്നപ്പോഴാണ് പെയിന്റ് അടിക്കുന്ന ചേട്ടന്മാരെ കളർ കാർഡ് കൊണ്ടു തന്നത്. സെലക്ട് ചെയ്യാനായിട്ട് കളറൊക്കെ സെലക്ട് ചെയ്യാനിരുന്നപ്പോഴത്തേക്കും പിന്നെ സമയം കഴിഞ്ഞു പോയി കേട്ടോ. അങ്ങനെ അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ നാളെ വേണം ഡൈയിന്റെ പരിപാടിയൊക്കെ നടത്താനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.